ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രണ്ടാം LDF സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചത്. കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് LDF സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ കണക്ക് അവതരിപ്പിക്കുന്നത് ഉത്തരവാദിത്തമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകിയതായും 4 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകിയ സർക്കാർ 16 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റാൻ നടപടികൾ കൈക്കൊണ്ടു. ഭരണ സേവനങ്ങൾ ലളിതമാക്കിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 82 ലക്ഷം അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കിയെന്നും PSC വഴി 3,13,202 നിയമനങ്ങൾ നടത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൊഴിൽ രഹിതർക്ക് 2,66,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്ക് പുനർഗേഹം പദ്ധതി നടപ്പാക്കിയെന്നും ഇതിന്റെ ഭാഗമായി 2,782 വീടുകളും 738 ഫ്ളാറ്റുകളും കൈമാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കാൻ കഴിഞ്ഞു. ലോകത്ത് തന്നെ അപൂർവം രാഷ്ട്രങ്ങളിലെ അതിദാരിദ്ര്യം മുക്തമായിട്ടുള്ളൂ. നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും അതിദാരിദ്ര്യം മുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. 16 ലക്ഷം വീട്ടമ്മമാർക്ക് മാസം 1000 രൂപ നൽകി വരുന്നുണ്ട്. വയോജന കമ്മീഷൻ രൂപീകരിച്ചു. കേരളം നിക്ഷേപ സൗഹൃദമായി. KSMART-ലൂടെ ജനങ്ങൾക്ക് സേവനങ്ങൾ അതിവേഗം ലഭ്യമാക്കാൻ തുടങ്ങി. നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ലഭ്യമാക്കി. റോഡുകൾ ഭംഗിയായി ചെയ്തു. മഴ പെയ്താൽ വയനാട് ചുരം വഴിയുള്ള യാത്ര തടസ്സപ്പെടും. അതിനാൽ ഇപ്പോൾ തുരങ്കപാത പ്രവർത്തനം ആരംഭിച്ചു. ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യമാക്കി. കണക്ട് ടു വർക്ക് പദ്ധതി പ്രകാരം 75,376 യുവാക്കൾക്ക് ധനസഹായം നൽകി. 16 ലക്ഷം വീട്ടമ്മമാർക്ക് 1000 രൂപ നൽകി വരുന്നുണ്ട്. KSMART-ലൂടെ ജനങ്ങൾക്ക് അതിവേഗം സേവനങ്ങൾ ലഭ്യമാക്കാൻ തുടങ്ങിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.